കഴിഞ്ഞ ദിവസമേ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടുത്തെ അച്ചാർ തിന്നിട്ട് എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ബിരിയാണിയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു അച്ചാർ. അപ്പോൾ അത് കഴിച്ച് നോക്കിയപ്പോൾ അത് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മനസ്സിലായി. നമ്മുടെ പപ്പായ, നമ്മുടെ മലപ്പുറംകാരുടെ സ്വന്തം കർമൂസ. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് എന്താ പറയുകയെന്ന് പറയണേ. അപ്പോൾ ആ ഒരു അച്ചാർ റിക്രിയേറ്റ് ചെയ്യാൻ പോവാട്ടോ ഞാൻ. അപ്പോൾ ഒരു പപ്പായയാണ് ഞാൻ എടുക്കുന്നത്. അത് ചെറുതായിട്ട് നീളത്തിൽ കട്ടിയില്ലാതെ കനം കുറഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഒന്ന് മുഴുവനായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് ചൂടാക്കി എടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമല്ലോ, ആ ഒരു സമയത്ത് ആ ഒരു ചൂടോടെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു തുടം വെളുത്തുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും വലിയൊരു പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ, ഒരു ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്ന വരെ വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഏകദേശം ഒരു കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു പപ്പായ ഇട്ട് കൊടുക്കാം. ഞാൻ കഴിച്ച അച്ചാറിൽ പപ്പായ ഒരുപാട് വെന്തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് ഒരുപാട് വേവിച്ചെടുക്കുന്നില്ല. അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുള്ളപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരവും വേണം. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് എടുത്തിട്ടുള്ളത്, 2 or 3 ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ആ ഒരു കടുക് ഒക്കെ വറുത്തെടുത്ത് പൊടിച്ചില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ഒന്ന് തിളച്ച് വന്നാൽ മതി, ഒരുപാട് സമയം വേവിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പപ്പായ ഇങ്ങനെ കടിക്കാൻ കിട്ടണം, ഇങ്ങനെ ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിട്ട് അത് ഉണ്ടാക്കി നമുക്ക് ആ ചൂടാറിയ ശേഷം ഉടനെ തന്നെ നമുക്കെടുത്ത് കഴിക്കുകയും ചെയ്യാം. ബിരിയാണിയുടെ മന്തിയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സ്വീറ്റ് പിക്കിൾ ലവേഴ്സിന് ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരിക്കലും പറയില്ല ഇത് പപ്പായ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താന്നുള്ള, അത്രയ്ക്കും പൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, അതൊരു ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്